ഹലോ നമസ്കാരം. FIUGP BCom S1 മേജർ പേപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവായിരിക്കും അല്ലെ? അപ്പൊ അതിൻ്റെതായുള്ള കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും, കുറെ സംശയങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ സമയം കിട്ടിയിട്ടുണ്ടാവുള്ളൂ, പെട്ടെന്ന് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് തീർത്തിട്ടായിട്ടുണ്ടാവും അല്ലെ? ഓടിച്ചുവിട്ടതായിരിക്കും. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലാവാത്തതായിട്ടുണ്ടാവും. പിന്നെ +1 +2 ഒക്കെ കുറെ ആളുകൾ മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസിൽ നിൽക്കായിരിക്കും നിങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തു തരാം. നമ്മുടെ ചാപ്റ്ററുകൾ 4 മൊഡ്യൂൾസ് ആയിട്ടാണ് വരുന്നത്. അത് ഓരോ 4 സെഷനായിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആദ്യമായിട്ട് തന്നെ ആശംസിക്കുകയാണ്. നമ്മൾ ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റത്തെ മൊഡ്യൂള് ഇന്ന് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് പരിചയപ്പെടാണ്. 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്, ഓർഗനൈസിങ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ഈ 2 ടോപ്പിക്കാണ് അതിൽ വരുന്നത്. നാലാമത്തെ മൊഡ്യൂള് കണ്ടംപററി തീംസ് ഇൻ മാനേജ്മെന്റ്. ഇങ്ങനെ 4 മൊഡ്യൂളായിട്ട്. 5ാമത്തെ മൊഡ്യൂൾ ഓപ്പൺ മൊഡ്യൂൾ ആണ്. എക്സാം ബേസ് ചെയ്തിട്ട് ഈ 4 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഈ 4 മൊഡ്യൂളിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉള്ളതും ഫസ്റ്റ് മൊഡ്യൂൾ എന്നാണ്. അതുകൊണ്ട് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും. അത് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ശ്രദ്ധിച്ച് വേണ്ട നോട്ടുകളൊക്കെ എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ നോട്ട് നിങ്ങളുടെ വീഡിയോയുടെ കമന്റിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഈ നോട്ട് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക, മറ്റു പർപ്പസുകൾക്ക് ഇത് യൂസ് ചെയ്യരുത്. ദയവ് ചെയ്ത് അറിയിക്കുകയാണ് കേട്ടോ. കാരണം ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ നോട്ട് ഉണ്ടാക്കിയത്. അപ്പൊ മറ്റു കോപ്പി കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ഇത് യൂസ് ചെയ്തത് അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കേട്ടോ. അതിൽ ആദ്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്താണ് മാനേജ്മെന്റ്. 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ഈസ് മാനേജ്മെന്റ് എന്നുള്ളത്. അതിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഒരു പോസ്റ്റ് സ്റ്റഡി കണ്ടോ എന്നുള്ള ഒരു കോഡ് പഠിച്ചു വെക്കുക കേട്ടോ. ഇതാ പോസ്റ്റ് സ്റ്റഡി അല്ലെ, ഒരാളിങ്ങനെ അവിടെ പോസ്റ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാണ്, അവളെ ചൂണ്ടിട്ട് പറയാണ് പോസ്റ്റ് സ്റ്റഡി കണ്ടോ എന്നുള്ളത്. ഓക്കെ, പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിൽ P എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, O എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്, ST എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്, D എന്ന് പറയുന്നത് ഡിറക്റ്റിംഗ് ആണ്, കണ്ടോ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ്, കൺട്രോളിംഗ്. ഓക്കെ, ഇതാണ് പോസ്റ്റ് സ്റ്റഡി കണ്ടോ. ഇതാണ് നിങ്ങൾ വാട്ട് ഈസ് മാനേജ്മെന്റ് ചോദിച്ചാൽ പറയേണ്ടത്. അപ്പൊ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡിറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ 5 കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് അത് പറഞ്ഞാൽ ഏറ്റവും നല്ലത് കേട്ടോ. അതാണ് ഒന്നുകൂടെ സിമ്പിൾ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്. നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഒരു ലക്ഷ്യം വെച്ചാണ് നമ്മൾ മാനേജ്മെന്റിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പ്രവാസി മീൻസ് യൂണിവേഴ്സൽ എന്നുള്ള അർത്ഥം കേട്ടോ. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയകളും അത് കവർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് പ്രവാസി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽസ്, ഫിനാൻസ്, ഏത് ഫീൽഡ് എടുത്തു നോക്കിയാലും എവിടെ എന്തുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. അടുത്ത മൾട്ടി ഡയമെൻഷണൽ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് കണ്ടിന്യൂസ് പ്രോസസ്, ബിസിനസ് നിലനിൽക്കുന്ന കാലത്തോളം മാനേജ്മെന്റ് എന്ന കാര്യം ഉണ്ടാകും. അടുത്ത ഗ്രൂപ്പ് ആക്ടിവിറ്റി, നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമല്ല, ഒരു ടീം ചെയ്യുന്ന വർക്കാണ്. അതുപോലെ ഡൈനാമിക് ഫംഗ്ഷൻ, ഡൈനാമിക് മീൻസ് ചേഞ്ചിങ് എന്ന അർത്ഥം കേട്ടോ. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റം വരുന്നതാണ് മാനേജ്മെന്റ്. എടുത്തത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്, ഇൻടാഞ്ചിബിൾ മീൻസ് വി കനോട്ട് സീ നോർ ടച്ച്,
നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റൂല, പക്ഷെ ആ ഒരു പ്രോസസ്സ് ആ ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ബിസിനസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മാനേജ്മെന്റ് എന്ന് പഠിച്ചു, അതിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു. അടുത്തത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ മെറിറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ എഴുതി വെക്കാം. മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഒന്ന്, ഹെൽപ്സ് ടു അച്ചീവ് ഗ്രൂപ്പ് ഗോൾ. നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ ഗോൾ, അതാണ് ഗ്രൂപ്പ് ഗോൾ എന്ന് പറയുന്നത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഫിഷ്യൻസി കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ക്രിയേറ്റ് ഡൈനാമിക് ഓർഗനൈസേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലെ, ഡൈനാമിക് അഥവാ മാറ്റം വരുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ അച്ചീവ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓരോ വ്യക്തിയുടെ അഥവാ ബിസിനസിനകത്തുള്ള ഓരോ എംപ്ലോയീസിന്റെയും ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ മാനേജ്മെന്റിലൂടെ സൊസൈറ്റിയെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു. അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ്? അതിൽ നമ്മൾ പറയാനുള്ളത് മാനേജ്മെന്റ് ആർട്ടാണോ, സയൻസ് ആണോ, പ്രൊഫഷൻ ആണോ? ഈ ഒരു 3 ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കാണ്. മാനേജ്മെന്റ് ആർട്ട്, മാനേജ്മെന്റ് സയൻസ്, മാനേജ്മെന്റ് പ്രൊഫഷൻ. നമ്മൾ തെളിയിക്കാൻ പോവാണ് മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്നും മാനേജ്മെന്റ് സയൻസ് ആണെന്നും മാനേജ്മെന്റ് പ്രൊഫഷൻ ആണെന്നും. അങ്ങനെ പറയുകയാണെങ്കിൽ ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം ആർട്ടിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോളജ് അല്ലെ. നിങ്ങൾ ഏത് കലാരൂപം എടുത്തു നോക്കിയാലും അതിലൊക്കെ ഒരുപാട് നോളജ് നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. ഒരു പാട്ട് പാടാൻ, ഒരു ഡാൻസ് കളിക്കാൻ ഒക്കെ നോളജ് എന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, ഓരോ ആർട്ടിനും പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മളിപ്പോ ഒരു പാട്ട് 10 ആളുകൾ പാടിയാൽ 10 രൂപത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ. പാടിയത് സെയിം പാട്ടാണെങ്കിൽ പോലും 10 രൂപത്തിലായിരിക്കും നമുക്കത് കേൾക്കുക. അതായത് ഓരോ വ്യക്തിക്കനുസരിച്ച് ആർട്ടിൽ മാറ്റം ഉണ്ടാവും. എല്ലാവരും ഒരേ ചിത്രം വരച്ചാൽ ഡിഫറെന്റ് ആയിട്ടല്ലേ നമുക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ആർട്ടിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഏത് കാലം എടുത്ത് നോക്കിയാലും ഒരുപാട് പ്രാക്ടീസിലൂടെ, ഒരുപാട് ക്രിയേറ്റിവിറ്റിയിലൂടെ അത് ഉണ്ടാക്കി തീർന്നതാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ 3 ഫീച്ചേഴ്സ് ആർട്ടിന് ബാധകമാണ്. ഇതെല്ലാം ആർക്കും ബാധകമാണ്? മാനേജ്മെന്റിനും ബാധകമാണ് അല്ലെ. മാനേജ്മെന്റിൽ നോളജ് ഉണ്ട്, മാനേജ്മെന്റിൽ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാ മാനേജർമാരും ഒരുപോലെയാണോ ഡീൽ ചെയ്യുന്നത്? അല്ല, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നല്ല പ്രാക്ടീസ്, നല്ല ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. സോ മാനേജ്മെന്റ് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറയാം അല്ലെ. അടുത്തത്, മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ? നമ്മൾ തെളിയിക്കാൻ പോവാണ്. യെസ്, മാനേജ്മെന്റ് സയൻസ് ആണ്. കാരണം സയൻസിന്റെ പ്രത്യേകത ഒന്ന് നോളജ് ആണ്, നമ്മൾ പറഞ്ഞു. 2, എക്സ്പെരിമെന്റേഷൻ അല്ലെ. ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ സയൻസിൽ വരുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ വാലിഡിറ്റി, അഥവാ സയൻസിൽ എന്ത് കണ്ടെത്തിയാലും അത് ലോകത്ത് എവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണു, ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തി അല്ലെ. അത് ന്യൂട്ടന്റെ തലയിൽ മാത്രമൊന്നല്ല, ഭൂമിയിൽ ഒട്ടാകെ അത് അപ്ലിക്കബിൾ ആണ്. അപ്പൊ സയൻസിൽ എന്ത് കണ്ടെത്തിയാലും അത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഈ 3 ഫീച്ചേഴ്സ് സയൻസിൻ്റെതാണ്. ഇത് 3ഉം ആർക്കും ബാധകമാണ്? മാനേജ്മെന്റിനും ബാധകമാണ്. നോക്കാം, നോളജ് അല്ലെ മാനേജ്മെന്റിനുണ്ട്. എക്സ്പെരിമെന്റേഷൻ, ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിൽ ചെയ്യാറുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാനേജ്മെന്റിന്റെ പ്രത്യേകത യൂണിവേഴ്സൽ വാലിഡിറ്റി ആണ്. സോ ഇത് 3ഉം മാനേജ്മെന്റിന് ബാധകമാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. വീണ്ടും ചോദിക്കാണ്, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ പ്രൊഫഷന്റെ പ്രത്യേകത നമ്മൾ പഠിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോളജ് പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തത്, റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും ഒരു പ്രൊഫഷൻ ആവാൻ പറ്റൂല അല്ലെ. ഇപ്പൊ ഡോക്ടർ ആവണമെങ്കിൽ MBBS കഴിയണം, അഡ്വക്കേറ്റ് ആണെങ്കിൽ LLB കഴിയണം, ഒരു CA ആണെങ്കിൽ CA ഫൗണ്ടേഷനും ഇന്ററും ഫൈനലും ഒക്കെ കഴിയണം അല്ലെ. അപ്പോ ആ കോഴ്സ് കഴിയുന്ന ആളുകൾക്ക് ആ ഒരു പ്രൊഫഷൻ ആവാൻ കഴിയുള്ളൂ. യെസ്, അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി. എല്ലാവർക്കും കയറാൻ പറ്റൂല, അത് പഠിച്ച ആളുകൾക്കേ പറ്റുള്ളൂ. അടുത്തത്, പ്രൊഫഷണൽ അസോസിയേഷൻ. ഏത് പ്രൊഫഷൻ എടുത്തു നോക്കിയാലും അവർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടാവും, അതിന്റെ കീഴിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ മെഡിക്കൽ ഫീൽഡ് എടുത്തു നോക്കിയ ഡോക്ടേഴ്സ് ഒക്കെ IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആയിക്കാരം. CA കാരൊക്കെ ഒരു IC അല്ലെ, നമ്മുടെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതിൽ രജിസ്റ്റർ ചെയ്ത മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ പ്രൊഫഷണൽ അസോസിയേഷൻ എന്നുള്ളത് പ്രൊഫഷന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. എല്ലാ പ്രൊഫഷണലുകളും അവരുടെ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആളുകളേക്കാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആവട്ടെ, അഡ്വക്കേറ്റ്സ് ആവട്ടെ, CA ആവട്ടെ അല്ലെ, അവരൊക്കെ അവരുടെ ആ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ആ ഒരു എത്തിക്സ് കൃത്യമായിട്ട് പഠിച്ച് അത് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ അവരൊക്കെ ചെയ്യുന്നത് സർവീസ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ പ്രൊഫഷന്റെ പ്രത്യേകതയാണ്. ഇത് കംപ്ലീറ്റ് ആർക്കും ബാധകമാണ്? മാനേജ്മെന്റിനും ബാധകമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം സോ മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. നമ്മൾ എന്താ തെളിയിച്ചേ? മാനേജ്മെന്റ് ആർട്ടാണെന്ന് പറഞ്ഞു, മാനേജ്മെന്റ് പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു, മാനേജ്മെന്റ് സയൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ.
ഓക്കെ, അപ്പൊ ഇതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഹെഡിങ്ങിന്റെ കീഴിൽ പഠിക്കേണ്ടത് കേട്ടോ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് സ്റ്റഡി കണ്ടോ ഓർത്തു വെക്കുക. പി പ്ലാനിങ്, ഒ ഓർഗനൈസിങ്, എസ് ടി സ്റ്റാഫിംഗ്, ഡി ഡയറക്ടിങ് ആൻഡ് കണ്ടോ കൺട്രോളിങ്. ഈ 5 എണ്ണത്തെയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഓരോന്ന് നമുക്ക് ഭാവിയിൽ വിശദീകരിക്കാണ്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്, നമ്മളെ മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് പേരെ, ഒരു 6ഓളം പേരെ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് ഹെൻറി ഫയോൾ, അദ്ദേഹം മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ആരാണ് ഹെൻറി ഫയോൾ? അദ്ദേഹം ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഓഥർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. മോഡേൺ മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് ഹെൻറി ഫയോളിനെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹം നമ്മുടെ മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ഉണ്ട് കേട്ടോ. അതിന് നമുക്ക് മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കാൻ പറ്റും. 14 പ്രിൻസിപ്പിൾസ് അല്ലെ, അതിങ്ങനെ എപ്പോഴും കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ ചെറിയൊരു കോഡ് പറയാണ് കേട്ടോ. ഡാഡി കൂടോ, അതായത് ഒരു ചെറിയൊരു കഥ ഓർത്തു വെക്കുക കേട്ടോ. അത് പഠിക്കാനുള്ള ഒരു കോഡ് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു മട്ടുപ്പാവിലിരുന്ന് ഒരു ക്രിക്കറ്റ് കളി കാണായിരുന്നു താഴെ ഗ്രൗണ്ടില് ഒരു ഫാദർ. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടി താഴ്ന്ന് ഇങ്ങനെ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കാണ്, ഡാഡി കൂടുണ്ടോ എന്ന് ചോദിക്കാണ്, കളിക്കാൻ കൂടുമോ എന്ന് ചോദിക്കാണ്. അപ്പൊ കൂട്ടത്തില് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുണ്ട്, അവന്റെ പേരാണ് സുരേഷ്. സുരേഷ് പറയാണ്, സ്കോർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇനി എടുക്കണോന്ന് ചോദിക്കാണ്. അങ്ങനെ ഡാഡി ചോദിച്ചു കൂടു അല്ലെ, കുട്ടി ഡാഡിയുടെ മകൻ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി ചോദിക്കാണ് ഡാഡിനോട്, ഡാഡി കൂടോന്ന് ചോദിക്കാണ്. ഡാഡി കൂടോ, എന്തിന് ക്രിക്കറ്റ് കളിക്കാൻ കൂടണോ? അപ്പോ സുരേഷ് പറയാണ്, സ്കോർ സ്റ്റോപ്പ് ആയി, ഒരു ടീമിന്റെ കളി കഴിഞ്ഞ് സ്കോർ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇനി എടുക്കണോന്ന് ചോദിക്കാണ്. അല്ലെ, ഈ കോഡൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഓരോന്ന് ഞാൻ പറയാണ്. ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, എ എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡി എന്ന് പറയുന്നത് ഡിസിപ്ലിൻ, സി എന്ന് പറയുന്നത് തല തിരിച്ചു പറയണം, യൂണിറ്റി ഓഫ് കമാൻഡ്, ഡി എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, എസ് എന്ന് പറയുന്നത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ആർ ഇ എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ, സി എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ, എസ് എന്ന് പറയുന്നത് സ്കാലർ ചെയിൻ, ഒ ആർ ഓർഡർ, ഇ എന്ന് പറയുന്നത് ഇക്വിറ്റി, സ്റ്റോപ്പ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനി എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ്, എടുക്കുന്ന പറയുന്നത് എസ്പിരിറ്റ് ഡി കോപ്സ്. ഈ 14 എണ്ണമാണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. എസ്സേക്ക് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇനി ഓരോന്ന് ജസ്റ്റ് ഒന്ന് പറയാണ്. അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞത് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? എ കോംപ്ലക്സ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ടാസ്ക്. അദ്ദേഹം പറയാണ്, ഒരു കമ്പനിയിലുള്ള എല്ലാ വർക്കുകളെയും നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എല്ലാ എംപ്ലോയീസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഡിവിഷൻ, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താവും, എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ വർക്കിനൊക്കെ സിംപ്ലിഫൈ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അഭിപ്രായം. രണ്ട്, അദ്ദേഹം പറയാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി പറഞ്ഞാൽ അധികാരം അല്ലെ. അതോറിറ്റിയിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട വാക്ക് ഇതാണ്, റൈറ്റ് ടു ഗീവ് ഓർഡർ. ഓർഡർ കൊടുക്കാനുള്ള അവകാശം, അധികാരം, അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് ടു ഗീവ് ഓർഡർ, ഓർഡർ കൊടുക്കാനുള്ള അധികാരം കേട്ടോ. ആർക്ക്? ടു സബോർഡിനേറ്റ്സ്, തന്റെ സബോർഡിനേറ്റ്സിന് ഓർഡർ ചെയ്യാനുള്ള അധികാരത്തെയാണ് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതാർക്കാ ഉണ്ടാവുക? ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് ഉണ്ടാവുക അല്ലെ, മാനേജർമാർക്കാണ് അതോറിറ്റി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതോറിറ്റി പറഞ്ഞാൽ ബാക്കിയുള്ളവർ അത് സ്വീകരിക്കണം അല്ലെ, അത് കേൾക്കണം. അതിനാണ് ഒബ്ലിഗേഷൻ എന്ന് പറയാ. ആ ഒബ്ലിഗേഷൻ വിളിക്കുന്ന പേരാണ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ എന്താണ് റെസ്പോൺസിബിലിറ്റി? ഒബ്ലിഗേഷൻ ടു പെർഫോം ദ വർക്ക്. ആ വർക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്യം അനുസരിക്കുക എന്നുള്ളതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം അല്ലെ. സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം. നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ പറയാണ്, നിങ്ങൾ നാളെ ഹോംവർക്ക് ചെയ്തു വരണം അല്ലെ. അത് ടീച്ചറുടെ അതോറിറ്റിയാണ്. റൈറ്റ് ടു ഗീവ് ഓർഡർ, നിങ്ങളോട് ഓർഡർ ചെയ്യാനുള്ള അതോറിറ്റിയാണ് ടീച്ചർക്കുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് കേട്ട് പിറ്റേന്ന് ഹോംവർക്ക് ചെയ്തു വരികയാണ്. അതെന്താണ്? റെസ്പോൺസിബിലിറ്റി ആണ്, അഥവാ ഉത്തരവാദിത്വമാണ്, അഥവാ നിങ്ങൾ ചെയ്യുന്ന ഒബ്ലിഗേഷൻ ആണ്. ടു പെർഫോം ദ വർക്ക്, ആ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവുള്ളൂ? അതോറിറ്റി ഉണ്ടെങ്കിലേ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെ. അതോറിറ്റി ആരാ കൊടുക്കുന്നത്? ടോപ്പിലുള്ള ആളുകള്. റെസ്പോൺസിബിലിറ്റി ആർക്കാ ഉള്ളത്? ബോട്ടം, താഴെയുള്ള ആളുകൾക്കാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒബീഡിയൻസ്, അനുസരിക്കുക. ഇപ്പൊ കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ സ്ഥാപനത്തിൽ ഉണ്ടാവും അല്ലെ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. കമാൻഡ് ചെയ്യാൻ,
ഒരാളെ ഉണ്ടാവാൻ പറ്റുള്ളൂ. യൂണിറ്റി മീൻസ് ഒരാൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ കമാൻഡിങ് പവർ ആയിട്ട് നമ്മുടെ ഹെഡ് ആയിട്ട് ഒരാളെ ഉണ്ടാവാൻ പറ്റുള്ളൂ. നോക്കിയേ, റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. നമ്മുടെ ഹെഡ് ആയിട്ട് ഒരാളെ ഉണ്ടാവാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കുറെ ഹെഡ് നമുക്കുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ കമാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ അല്ലേ? നമുക്ക് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടാവില്ല. എല്ലാവരും കൂടെ നമ്മളെ കൽപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹെഡായിട്ട് അഥവാ നമ്മുടെ ടോപ്പിൽ നമ്മുടെ മുകളിലായിട്ട് ഒരാളെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അത് തന്നെയാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നമ്മൾക്ക് ഡയറക്ഷൻ തരാൻ, നമുക്ക് നിർദ്ദേശങ്ങൾ തരാൻ ഒരു ഹെഡ് ഉണ്ടാവാൻ പറ്റുള്ളൂ. യെസ്. അടുത്തത് ആറാമത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അതായത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഓരോ എംപ്ലോയീസും ഓരോ ഇൻഡിവിജ്വൽ അല്ലേ, അവർക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അവരുടെ താല്പര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. ജനറൽ ഇൻട്രസ്റ്റ് അഥവാ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റ് അല്ലെ. ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയാം, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയാം, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാം. സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. എന്താ ഇപ്പൊ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റ്? നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം, മാർക്കറ്റിൽ ലീഡർ ആയിട്ട് മാറണം അല്ലെ. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽ അഥവാ ഓരോ എംപ്ലോയീസിന്റെയും താല്പര്യത്തെ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഏഴാമത്തത് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഫെയർ ആൻഡ് റീസണബിൾ, മാന്യമായിട്ടുള്ള ഒരു വേതനം കൊടുത്തിരിക്കണം സ്ഥാപനം. ഓക്കെ, അപ്പൊ മാന്യമായിട്ടുള്ള ഒരു വേതനം കൊടുക്കണം എന്ന് പറയുന്നതാണ് റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് എന്നുള്ളത്. എട്ടാമത്തത് നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഇത് മാത്രം എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. സോ 8 അല്ല 9. എട്ടാമത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക. അപ്പൊ സെൻട്രലൈസേഷൻ ആണെങ്കിൽ എന്തേക്കാരെന്ന് അറിയോ? അവിടെ ടോപ്പ് ലെവലേക്കാരും ഫുൾ അധികാരം ഉണ്ടാവുക. അവരിങ്ങനെ തീരുമാനിക്കും, അഥവാ മാനേജർമാർ ഇങ്ങനെ തീരുമാനിക്കും, ബാക്കിയുള്ളവരൊക്കെ അതിനനുസരിച്ച് വർക്ക് ചെയ്യും അല്ലെ. എംപ്ലോയീസിനെ കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും. അവരിങ്ങനെ കാര്യങ്ങൾ പറയും, ബാക്കിയുള്ളവരിങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. അതാണ് സെൻട്രലൈസേഷൻ. എന്നാൽ ഡീസെൻട്രലൈസേഷനോ അധികാരം താഴെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക. അവിടെ ടോപ്പ് ലെവല് എന്ത് ചെയ്യും? അവരുടെ എല്ലാ അധികാരവും താഴെ ആളുകളിലേക്ക് വീതിച്ചു കൊടുക്കും. ഡീസെൻട്രലൈസേഷൻ. അപ്പൊ സത്യത്തിൽ ഏതാ നല്ലത്? സെൻട്രലൈസേഷൻ ആണോ ഡീസെൻട്രലൈസേഷൻ ആണോ ഒരു സ്ഥാപനത്തിൽ നല്ലത്? കറക്റ്റ് പറഞ്ഞാൽ രണ്ടും നല്ലതല്ല. അഥവാ പക്കാ സെൻട്രലൈസേഷൻ ആയാലും നല്ലതല്ല, പക്കാ ഡീസെൻട്രലൈസേഷൻ ആയാലും നല്ലതല്ല. പിന്നെന്താ വേണ്ടത്? എ ബാലൻസ് ബിറ്റ്വീൻ ദം. സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും ഇടയിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം ബിസിനസ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് ഏറ്റവും നല്ല വഴി. അടുത്തത് 9ാമത്തെ പ്രിൻസിപ്പിൾ ആണ് സ്കാലാർ ചെയിൻ. സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇറ്റ് എ ചെയിൻ ഓഫ് അതോറിറ്റി, ഇതൊക്കെ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹയസ്റ്റ് മൂവിംഗ് ടുവാർഡ് ദ ലോവസ്റ്റ്. ഇവിടെ നോക്കി, ചിത്രം നോക്കിയേ, എ എന്ന് പറയുന്ന ആള്, അദ്ദേഹമാണല്ലേ ഏറ്റവും ടോപ്പ് കിടക്കുന്നത്. അയാൾ ആരോട് പറയും? എല്ലിനോട് പറയും. എല്ല് എമ്മിനോട് പറയും, എം എന്നിനോട് പറയും, എൻ ഓനോട് പറയും, ഒ പിന്നോട് പറയും അല്ലെ. ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ചെയിൻ ഓഫ് അതോറിറ്റി സ്ഥാപനത്തിൽ ഉണ്ടാവണം എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ആ കറക്റ്റ് ചെയിൻ ഫോളോ ചെയ്തിട്ടാവണം സ്ഥാപനത്തിലെ ഓരോ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. അഥവാ കറക്റ്റ് ആരോട് പറയണം എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നിർണയിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, ചെയിൻ ഓഫ് സുപ്പീരിയർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹൈയസ്റ്റ് ലെവൽ ആൻഡ് മൂവിംഗ് ടു ദ ലോവസ്റ്റ് ലെവൽ. ടോപ്പ് ലെവലിൽ തുടങ്ങി ലോവർ ലെവൽ വരെ നീണ്ടു കിടക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ചെയിൻ ഓഫ് അതോറിറ്റി നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവണം എന്നാണ് ഹെൻറി ഫയോൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആർക്കും കൺഫ്യൂഷൻ അല്ല അല്ലെ. ഇപ്പൊ എം എടുത്ത് നോക്കിയേ, എമ്മിനോട് ആരാ പറയാ? എല്ല് അല്ലെ. എം ആരോടാ പോയി പറയേണ്ടത്? എന്ന് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അങ്ങനെ സ്കാലർ ചെയിൻ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ഹെൻറി ഫയോൾ പറയുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സപ്പോസ് പിക്ക് നോക്കിയേ, ഏനോട് ഒരു കാര്യം പറയണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പി ഓനോട് പറയും, ഓ എന്നിനോട്, അങ്ങനെ മാറി വരേണ്ടി വരും അല്ലെ. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാനാണ് സ്കാലർ ചെയിനിന്റെ ഒപ്പം ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൊണ്ടുവന്നത്. ഇത് അടുത്ത പ്രിൻസിപ്പിൾ അല്ല കേട്ടോ, ഇത് സ്കാലർ ചെയിനിന്റെ സബ് പോയിന്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു കൺസേൺഡ് അതോറിറ്റി. ഒരേ ലെവലിലുള്ള അതോറിറ്റീസ്. ഇപ്പോൾ നോക്കിയേ, ചിത്രം നോക്കിയേ, ബിയും ഇയും തമ്മിൽ അല്ലെ, സിയും എഫും തമ്മിൽ, ഡിയും ജിയും തമ്മിൽ, ഇവരൊക്കെ ഒരേ ലെവലിലുള്ള ആളുകളല്ലേ. ഈ ഒരേ പൊസിഷനിലുള്ള ആളുകൾക്ക് തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ കൂടെ അവിടെ കൊടുക്കുകയാണ്. എന്തിനാ? സ്കാലർ ചെയിനുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തെ പരിഹരിക്കാന്. അപ്പൊ ഇതിനെയാണ് ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതും ഇതിനൊപ്പം ഓർത്തു വെക്കുക. 9ാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്കാലർ ചെയിൻ. യാ. 10ാമത്തത് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹാവ് എ പ്ലേസ് ഫോർ എവരിത്തിങ് ആൻഡ് കീപ് എവരിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. അതായത് എല്ലാത്തിനും ഒരു സ്ഥലം വേണം, ആ സ്ഥലത്ത് തന്നെ അത് കീപ്പ് ചെയ്യും വേണം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മുടെ കമ്പനി എടുത്ത് നോക്കിയേ, അതിന്റെ ഇപ്പൊ കമ്പനിക്ക് പോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കിയേ,
അല്ലെ? നിങ്ങൾ പേന വെക്കുന്നത്, പുസ്തകം വെക്കുന്നത്, ഡ്രസ്സ് വെക്കുന്നത്, രാവിലെ നമ്മൾ എവിടേക്കെങ്കിലും പോവാണ്, കുറെ തിരയൂല്ലേ നമ്മള് ഡ്രസ്സ് എവിടെ, അല്ലെങ്കിൽ നമ്മളെ വാച്ച് എവിടെ, ബൈക്കിന്റെ ചാവി എവിടെ, അല്ലെ? കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തരാറുണ്ട്. എന്തുകൊണ്ടാ? ഓർഡർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സ്ഥലം വേണം, ആ സ്ഥലത്ത് തന്നെ അത് കീപ്പ് ചെയ്യുകയും വേണം. ഇത് പറയുന്നതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഓർഡർ. യെസ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എക്യുപ്മെന്റ്സ്, ടൂൾസ്, അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് ഒരു ഓർഡർ ഉണ്ടാവണം. ആ ഓർഡറിൽ തന്നെ അത് കീപ്പ് ചെയ്യും വേണം. അതാണ് ഓർഡർ എന്നുള്ളതിന്റെ ഉദ്ദേശം. അടുത്തത് ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ഇക്വാളിറ്റി എന്ന് പറയും കേട്ടോ. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. നമ്മളെ സ്ഥാപനത്തിൽ കുറെ എംപ്ലോയീസ് ഉണ്ടാവൂലെ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. ഓക്കെ. അപ്പൊ നമുക്ക് അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകൾ ഒന്നും അവിടെ ഉണ്ടാവരുത്. ഇപ്പൊ ജെന്റ്സ്, ലേഡീസ്, അങ്ങനെ ആര് തമ്മിലും ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവരുത്. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാൻ ഒരു മാനേജർക്ക് കഴിയണം. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, അഥവാ വർക്കേഴ്സിനെ ഷുഡ് നോട്ട് ഷിഫ്റ്റഡ് ഫ്രം ദയർ പൊസിഷൻ ഫ്രീക്വന്റ്ലി. ഇടയ്ക്കിടയ്ക്ക് അവരുടെ പൊസിഷൻ അങ്ങനെ മാറ്റി കളിക്കരുത്. അല്ലെ? ഒന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റില്ല, നാളെ അവനോട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കാൻ പറയാം, അടുത്ത ദിവസം മാർക്കറ്റിംഗിലേക്ക് പോകാൻ പറയാ, പിറ്റേ ദിവസം വീട്ടിൽ പോയിക്കോന്ന് പറയാ, അല്ലെ? ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ എംപ്ലോയീസിന്റെ അവരുടെ പൊസിഷൻ, അവരുടെ ജോബ് സ്ഥിരമായി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അവർക്ക് ചടപ്പുണ്ടാവും, മടുപ്പുണ്ടാവും, ഒരു സ്ഥാപനത്തിൽ നിന്ന് നിർത്തി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോ എംപ്ലോയീസിനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റരുത്. അവരുടെ ജോലിയിൽ സ്ഥിരത, അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ, സ്ഥിരത കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മുൻകൈ എടുക്കുക, അഥവാ പുതിയ കാര്യം. ക്രിയേറ്റിവിറ്റി എന്നുള്ള വാക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്രിയേറ്റിവിറ്റിയുമായി വരുന്ന ഓരോ എംപ്ലോയീസിനെയും, അഥവാ പുതിയ പുതിയ കാര്യങ്ങളുമായി വരുന്ന ഓരോ എംപ്ലോയീസിനെയും നമ്മൾ സ്വീകരിക്കണം, അവരുടെ കാര്യങ്ങൾ കേൾക്കണം, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഈ ഒരു വാക്കിൽ ഉദ്ദേശിക്കുന്നത്. 14ാമത്തെ പ്രിൻസിപ്പിൾ, എസ്പിരിറ്റ് ഡി കോപ്സ്. അതിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു ടീം വർക്കാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരാൾ ഉദ്ദേശം നടക്കുന്ന കാര്യമല്ല. എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടു കൂടെ വർക്ക് ചെയ്യണമെന്നാണ് എസ്പിരിറ്റ് ഡി കോപ്സിൽ പറയുന്നത്. ഇത്രയാണ് ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത കോൺട്രിബ്യൂഷൻ ചെയ്ത ആള് FW ടൈലർ ആണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവായിട്ടാണ് FW ടൈലർ അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഈ പുസ്തകത്തിന്റെ ഓഥർ ആയിട്ടാണ് FW ടൈലർ അറിയപ്പെടുന്നത് കേട്ടോ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അദ്ദേഹം അറിയപ്പെട്ട എന്താണ്? സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? വാക്ക് തന്നെ ഉണ്ട് അല്ലെ? നോക്കിയേ, അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ് പ്രാക്ടീസസ്, അഥവാ സയൻസിനെ എങ്ങോട്ട് കൊണ്ടുവരാണ്? മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരാണ്, അഥവാ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ ടു മാനേജ്മെന്റ്. അപ്പോ സയൻസിനെ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയാ. ഇനി അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആട്ടോ. ആരാര്? FW ടൈലറുടെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ്. ഒന്ന് അദ്ദേഹം പറയാണ്, നിങ്ങൾ എല്ലാവരും സയൻസ് ഫോളോ ചെയ്യണം, നോട്ട് റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ് കേട്ടോ. അഥവാ ഒരിക്കലും നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യരുത്, മറിച്ച് എന്ത് ചെയ്യണം? സയൻസിനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ മാനേജ്മെന്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. എപ്പോഴും സയൻസിനെ ഫോക്കസ് ചെയ്യുക, അല്ലാണ്ട് ഒരിക്കലും റൂൾ ഓഫ് തമ്പ്, അഥവാ പണ്ട് എന്താ ചെയ്തത് അതന്നെ നമ്മൾ എപ്പോഴും ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരരുത്. അദ്ദേഹം പറയാണ്, നമ്മുടെ സ്ഥാപനത്തിൽ ഹാർമണി വളർത്തിയെടുക്കണം, എന്തല്ല ഡിസ്കോർഡ് അല്ല. ഹാർമണി എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹം, ഐക്യൊക്കെ ഉണ്ടാവണം, ഒരിക്കലും കച്ചറ ഉണ്ടാവരുത് അല്ലെ? ഡിസ്കോർഡ് മീൻസ് കോൺഫ്ലിക്റ്റ്, അഥവാ കച്ചറ, തർക്കങ്ങൾ. എംപ്ലോയീസ് തമ്മില്, മാനേജ്മെന്റ് തമ്മിലൊക്കെ മാനേജ്മെന്റ് വർക്കേഴ്സ് തമ്മിൽ നല്ല സ്നേഹവും ഉണ്ടായിരിക്കണം, ഒരിക്കലും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. മൂന്നാമത്തെ അദ്ദേഹം പറയാണ്, കോപ്പറേഷൻ ആണ് വേണ്ടത്, ഇൻഡിവിജ്വലിസം അല്ല. അഥവാ കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെന്റ് വർക്കേഴ്സ് തമ്മിൽ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് പരസ്പര സഹകരണത്തോടു കൂടെ മുന്നോട്ട് പോകണം അല്ലെ? തമ്മിലൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്, എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വീണ്ടും അദ്ദേഹം പറയാണ്, ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, അഥവാ നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയീസിനും വളരാനുള്ള സാഹചര്യം സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഡെവലപ്മെന്റ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ സ്ഥാപനം ചെയ്തിരിക്കണം. ഇതാണ് നമ്മുടെ FW ടൈലറുടെ 4 പ്രിൻസിപ്പിൾസ് കേട്ടോ. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ടൈലറുടെ ടെക്നിക്സ് കേട്ടോ. ടെക്നിക്സ് ഈ പ്രിൻസിപ്പിൾസിനേക്കാൾ കൂടുതൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് ടെക്നിക്സ് ആണ്, ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ്? ഒന്നാമതായിട്ട് അദ്ദേഹം പറയാണ്, സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കുകളെ സ്റ്റാൻഡേർഡ് ചെയ്യണം, അഥവാ സെറ്റിംഗ് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കണം. അങ്ങനെ ആ വർക്കുകളെ സിംപ്ലിഫൈ ചെയ്യാൻ, അഥവാ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട്
വർക്കുകൾ സിമ്പിൾ ആക്കണം എന്നാണ് ടൈലർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് മെത്തേഡ് സ്റ്റഡി. ഒരു വർക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾ പഠിക്കുക, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പഠിക്കുക. ആ മെത്തേഡിൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. അപ്പൊ ബെസ്റ്റ് മെത്തേഡ് പഠിക്കുന്നതിനെയാണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് വെച്ചോളി അല്ലെ, ആ ഡ്രസ്സ് ഉണ്ടാക്കാൻ പല വെറൈറ്റീസ് ഓഫ് മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏതാ നോക്കിയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യണം. മൂന്നാമത് അദ്ദേഹം പറയുന്നത് മോഷൻ സ്റ്റഡി അഥവാ മൂവ്മെന്റുകളെ കുറിച്ചുള്ള പഠനത്തെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുക. നമ്മൾ ഒരു വർക്ക് ചെയ്യാനുള്ള മൂവ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്നിട്ട് ഏറ്റവും കുറഞ്ഞ മൂവ്മെന്റില് ആ വർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലെ. എന്തിനാ ഈ മോഷൻ സ്റ്റഡി പഠിക്കുന്നത്? എലിമിനേറ്റ് അൺനെസസറി മൂവ്മെന്റ്, അനാവശ്യമായിട്ടുള്ള കുറെ മൂവ്മെന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ വീട്ടിൽ നോക്കിയേ, അടുക്കളയിൽ നമ്മളെ മദർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് അവിടുന്ന് എടുക്കുന്നു ഇവിടെ വെക്കുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് മൂവ്മെന്റ് നടത്താറുണ്ട്. അതിൽ അധികം എന്താകുന്ന അറിയോ, വേസ്റ്റ് കാരണം ഒരാവശ്യം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് നമ്മുടെ പാത്രങ്ങളും മറ്റൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ആ മൂവ്മെന്റ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പം മോഷൻ സ്റ്റഡി എന്നുള്ളതിന്റെ അർത്ഥം എന്താ? മൂവ്മെന്റുകളെ, ചലനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് മോഷൻ സ്റ്റഡി. ഇതെന്തിനാ നമ്മൾ പഠിക്കുന്നത്? അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ കേട്ടോ. അടുത്തത് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ മിനിമം ടൈം റിക്വയർഡ് ഫോർ ഈച്ച് എലമെന്റ് ഓഫ് വർക്ക്. ഒരു വർക്ക് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ സമയം നമ്മൾ പഠിച്ചു വെക്കുക. എന്തിനാ? ആ സമയം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ഒരു വർക്ക് ചെയ്യാനുള്ള മിനിമം സമയത്തെ കുറിച്ച് നമ്മൾ കറക്റ്റ് ബോധവാന്മാരാവുക, ആ സമയം കൊണ്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അഞ്ചാമത് അദ്ദേഹം പറഞ്ഞത് ഫാറ്റിഗ് സ്റ്റഡിയാണ്. ഫാറ്റിഗ് മീൻസ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽ. ഒരു ജോലി ചെയ്യാൻ, ഒരു ഡ്യൂട്ടി ചെയ്യാൻ എത്ര റെസ്റ്റ് വേണം എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫാറ്റിഗ് സ്റ്റഡി. അപ്പൊ കൃത്യമായിട്ടുള്ള റെസ്റ്റുകൾ എംപ്ലോയീസിന് കൊടുത്തിരിക്കണം, എങ്കിലേ അവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വീണ്ടും അദ്ദേഹം പറയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം, അഥവാ എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കരുത്. ടൈലറുടെ അഭിപ്രായം കേട്ടോ. മറിച്ച് അവരുടെ എഫിഷ്യൻസി നോക്കിയിട്ട് അവർക്ക് കൂലി കൊടുക്കണം. എല്ലാവരും ഒരുപോലെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, മറിച്ച് എഫിഷ്യന്റ് വർക്കേഴ്സിന് നല്ല വേജ് കൊടുക്കുക, ഇൻഎഫിഷ്യന്റ് വർക്കേഴ്സിന് അത്രത്തോളം വേജ് കൊടുക്കും ചെയ്യരുത് അല്ലെ. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല കൂലി എടുക്കണം, മോശം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂലി കുറവ് കൊടുക്കും വേണം. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ടൈലർ പറയാണ് എംപ്ലോയീസ് ഒക്കെ ഒറ്റക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് 8 പേര് ഒരു വർക്കറെ ഫോക്കസ് ചെയ്യണം എന്നാണ്. ശ്രദ്ധിക്കട്ടോ, 8 പേര്, ഇടത് ഭാഗത്തു നിന്ന് 4 പേരും വലത് ഭാഗത്തു നിന്ന് 4 പേരും, അങ്ങനെ 8 പേര് ഒരു എംപ്ലോയിനെ, ഒരു വർക്കറെ നോക്കിയാൽ മാത്രമേ അദ്ദേഹം വർക്ക് ചെയ്യുള്ളൂ. ആരാണ് 8 പേര്? അതിൽ ഇടത് ഭാഗത്ത് പ്ലാനിംഗ് ഓഫീസർ എന്ന ഹെഡില് റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ, ഇങ്ങനെ 4 പേരും. വലത് ഭാഗത്ത് പ്രൊഡക്ഷൻ ഓഫീസർ എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, ഇങ്ങനെ 8 ആളുകൾ ഒരേ സമയത്ത് വാച്ച് ചെയ്താൽ മാത്രമേ എംപ്ലോയീസ് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓക്കെ, ഇത്രയാണ് നമുക്ക് FW ടൈലറെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ടൈലറെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ 4 പ്രിൻസിപ്പിൾസും 4 പ്രിൻസിപ്പിൾസും 7 ടെക്നിക്സും കേട്ടോ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി ടെക്നിക്സ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൽട്ടൺ മായോ. അവര് ഓസ്ട്രേലിയൻ ബോൺ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ്. ഓസ്ട്രേലിയയിൽ ജനിച്ച അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു, അതുപോലെ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ദെൻ അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു കേട്ടോ. അവര് കണ്ടെത്തിയിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത് അവർ പറയുന്നത് റെസ്റ്റ് പീരിയഡ് എക്സ്പെരിമെന്റ്. ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ, റെസ്റ്റ് പീരിയഡ്. അതായത് നമ്മളെ മായോ പറയാണ്, എൽട്ടൺ മായോ പറയാണ്, ആളുകൾക്ക്, നമ്മളെ എംപ്ലോയീസിന്, വർക്കേഴ്സിന് കൃത്യമായിട്ട് റെസ്റ്റ് അനുവദിച്ചു കൊടുക്കണം. അവരെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കരുത്, മറിച്ച് കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റെസ്റ്റ് പീരീഡ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസ് ഒന്നും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, കൂടുതൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നാണ് അവരുടെ തെളിയിച്ചത്. വെറുതെ പറയല്ല കേട്ടോ, ഒരു കൃത്യമായിട്ട് അതിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അത് പ്രൂവ് ചെയ്തതാണ്. അപ്പൊ നോക്കിയേ, റെഡ്യൂസിങ് ഫിസിക്കൽ ഫാറ്റിക് നമ്മൾ പറഞ്ഞു അല്ലെ, ആ ക്ഷീണമൊക്കെ കുറക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസിങ് റെസ്റ്റ് പീരീഡ് ഫോർ വർക്കേഴ്സിന്റെ ഇടയിൽ റെസ്റ്റ് പീരീഡ് കൊണ്ടുവരണം അല്ലെ. അപ്പൊ നമ്മൾ സ്കൂളും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 2 അവർ കഴിഞ്ഞാൽ അല്ലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും, പിന്നെ 2 അവർ കഴിഞ്ഞാൽ വീണ്ടും ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ ബ്രേക്ക് കൊടുക്കണമെന്നാണ് ആര് പറയുന്നത്? എൽട്ടൺ മായോ പറയുന്നത്. നമ്മളെ സ്ഥാപനത്തിലും ഈ റെസ്റ്റ് പീരീഡ് എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. അങ്ങനെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. കുറെ ആളുകൾ ഇതിനൊക്കെ എതിർത്തിരുന്നു കേട്ടോ, പക്ഷെ അദ്ദേഹം ആ പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ആൻസർ എന്തായിരുന്നു? ദ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. കണ്ടോ, എംപ്ലോയീസിന് റെസ്റ്റ് കൊടുത്തപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു റെസ്റ്റ് കൊടുത്താൽ
കമ്പനിക്ക് നഷ്ടം ഉണ്ടാവുക, കാരണം അത്രയും സമയം അവർ വർക്ക് ചെയ്യില്ലല്ലോ എന്നാ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ടായ റിസൾട്ട് എന്തായിരുന്നു എന്നറിയോ? റെസ്റ്റ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയപ്പോൾ ആ കമ്പനിക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടുക ചെയ്തത്. കാരണം എന്താ? അവരുള്ള സമയത്ത് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ്, റെസ്റ്റ് പീരീഡ് എക്സ്പെരിമെന്റ് എന്ന് പറയും. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റഡിയാണ് ഹോത്രോൺ സ്റ്റഡി കേട്ടോ. ഇത് ഒരു സ്റ്റഡി അല്ല, ഒരു 4-5ഓളം സ്റ്റഡികൾ കൂടി ചേർന്നതാണ് ഹോത്രോൺ സ്റ്റഡി എന്ന് പറയുന്നത്. അത് നല്ലോണം മനസ്സിലാക്കി വെക്കുക കേട്ടോ, കൂടുതൽ സാധ്യത ചോദിക്കാനുണ്ട്. ഹോത്രോൺ സ്റ്റഡിയിൽ ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഹോത്രോൺ സ്റ്റഡി പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി, ചിക്കാഗോയിലെ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ 1927 മുതൽ 1932 വരെ നടന്ന കുറെ സ്റ്റഡികളുടെ ഒരു കൂട്ടത്തെയാണ് ഹോത്രോൺ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ ഒരു സോഷ്യൽ കോൺസെപ്റ്റോട് കൂടെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്, സോഷ്യോളജിസ്റ്റും ആണ് അല്ലെ. അപ്പൊ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റഡിയും മുന്നോട്ട് പോകുന്നത്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റഡി എക്സ്പെരിമെന്റ് ഓൺ ഇല്ലുമിനേഷൻ ആട്ടോ. ഇല്ലുമിനേഷൻ, ഇല്ലുമിനാറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇല്ലുമിനേഷന് ഈ ഒരു സ്റ്റഡി നോക്കുക, കറക്റ്റ് ശ്രദ്ധിച്ചോളി. ഒരു കഥ പറയുന്ന പോലെ നമുക്കത് പറയാം കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? അദ്ദേഹത്തിന്റെ വർക്കേഴ്സില് ടോട്ടൽ വർക്കേഴ്സിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൽ ഫീമെയിൽ വർക്കേഴ്സിനെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ വുമൺ വർക്കേഴ്സിനെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. 2 ഗ്രൂപ്പിന് ഓരോ പേരെടുത്തു. ഒന്നാമത്തേത് കൺട്രോൾ ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് കൺട്രോൾ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടോ. നല്ല രസമാണത്. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം ഫീമെയിൽ വർക്കേഴ്സിനെ സെലക്ട് ചെയ്തു, അതിനെ 2 ഗ്രൂപ്പാക്കി തിരിച്ചു. ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പേരെടുത്തു, ഒരു ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പേരെടുത്തു. എന്നിട്ട് എന്താ ചെയ്താ അറിയോ? ഈ 2 ഗ്രൂപ്പിനും കൃത്യമായിട്ട് പഠിച്ചു. ഒരു ഗ്രൂപ്പിന് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലെ, നല്ല ലൈറ്റ്, ഫാന്, കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അടിപൊളിയാക്കി കൊടുത്തു. മറ്റേ ഗ്രൂപ്പിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല, അവർ പോണ പോലെ പോയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പൊ കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിനെ അയാൾ ഫോക്കസ് ചെയ്തു, അവിടെ നല്ല ലൈറ്റിങ്ങും ഫാനും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് കൊടുത്തു. മറ്റൊരു അതൊന്നും മെയിൻ ചെയ്തില്ല. പക്ഷേ ഉണ്ടായത് എന്താ വെച്ചാൽ നോക്കിയേ, പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ ബോത്ത് ഗ്രൂപ്പ്. 2 ഗ്രൂപ്പിലും ഒരേപോലെ പ്രൊഡക്ഷൻ വന്നു. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തല്ല, ലൈറ്റും ഫാനൊന്നും നോക്കിയിട്ടല്ല അല്ലെ, മറിച്ച് അപ്പൊ എന്തോ ഉണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം തെളിയിച്ചതാണ്, ഈ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല യഥാർത്ഥത്തിൽ ഒരു വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി എഫക്ട് ചെയ്യുന്നത്. അഥവാ നമ്മൾ കുറെ ലൈറ്റും നല്ല ഫാനും നല്ല അടിപൊളി സെറ്റപ്പ് ഒന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതല്ല യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഘടകം. പിന്നെ എന്തായിരുന്നു? അതർ ഫാക്ടേഴ്സ്, മറ്റ് ഘടകങ്ങൾ. അതായത് എന്തൊക്കെ? പ്രൊഡക്റ്റ് അല്ലെ, വേജ്, അതുപോലെ റെസ്റ്റ് പീരീഡ്, വർക്ക് ഹവേഴ്സ് അല്ലെ, ഇതൊക്കെയായിരുന്നു ആ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ കണ്ടീഷനേക്കാൾ എന്താണ് വേണ്ടത്? മെന്റൽ ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് അല്ലെ. നമ്മളിങ്ങനെ പുറമെ ഉഷാറാക്കിയിട്ട് കാര്യമൊന്നുമില്ല, മൈൻഡ് അല്ലെ, അവരുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് പെർഫെക്റ്റ് ആക്കിയാൽ അതോടുകൂടെ പ്രൊഡക്ഷൻ കൂടും എന്നാണ് അദ്ദേഹം തെളിയിച്ചത്. അപ്പൊ കുറെ ലൈറ്റും ഫാനും കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് എംപ്ലോയീസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ അറിയുക, അതിലൂടെ എന്ത് ചെയ്യാം? പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നാണ് അദ്ദേഹം തെളിയിച്ചത്. അതാണ് എക്സ്പെരിമെന്റ് ഓൺ ഇല്ലുമിനേഷൻ. ഇതൊക്കെ ഒരു കഥ പറയുന്ന പോലെ മനസ്സിലാക്കി കേട്ടോ, നല്ല രസമാണ് കാര്യങ്ങൾ. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സ്റ്റഡി, ഇത് എയിൽ പെട്ടതാ, ഹോത്രോൺ സ്റ്റഡിയിൽ പെട്ട രണ്ടാമത്തെ കേട്ടോ, ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് സെന്റിമെന്റ്സ്. ഈ സെന്റിമെന്റ്സിനെ കുറിച്ച്, ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയുള്ള അടുത്ത സ്റ്റഡിയാണ് മാസ് ഇന്റർവ്യൂവിംഗ് പ്രോഗ്രാം. നല്ല രസമുള്ള കാര്യമായിട്ട് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ നോക്കണം. അതെന്ത് ചെയ്തു അറിയോ? 1928 മുതൽ 31 വരെ കമ്പനിയിലെ 21,000-ത്തിലധികം വർക്കേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു. നോക്കണേ, 21,000-ത്തിലധികം വർക്കേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു. എന്താ ഇന്റർവ്യൂ ചെയ്യാറുന്ന? ഓരോരുത്തരെ വിളിച്ച് ഒരുപാട് സമയം അവരോട് തുറന്ന് സംസാരിച്ചു. അങ്ങനെ അലോയിങ് ദം ഫ്രീലി എക്സ്പ്രസ് ദെയർ ഒപ്പീനിയൻ, അവർക്ക് വളരെ ഫ്രീ ആയിട്ട് പറയാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഫ്രീലി എക്സ്പ്രസ് ദയർ ഒപ്പീനിയൻ ഓൺ മാനേജ്മെന്റ് പോളിസീസ്, വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ മാനേജ്മെന്റിനെ കുറിച്ച്, അവർക്ക് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു ഓപ്ഷൻ അദ്ദേഹം കൊടുത്തു. അഥവാ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ്, അന്ന് നോട്ട് ചെയ്ത് വെച്ചോളി കേട്ടോ. ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. കാരണം അദ്ദേഹം സൈക്കോളജിസ്റ്റും കൂടെയാണ് അല്ലെ, എംപ്ലോയീസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിന് ശേഷം എംപ്ലോയീസ് പഴയതിനേക്കാൾ വളരെ പെർഫെക്റ്റ് ആയി, നല്ല ഉഷാറായിട്ട് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി, പ്രൊഡക്ടിവിറ്റിക്ക് കൂടി. അപ്പൊ എന്താ ഇന്റർവ്യൂയിലൂടെ നടന്നത്? അവരുടെ മൈൻഡിനെ അല്ലെ, മനസ്സിനൊന്ന് കൂളാക്കി, മനസ്സിനൊന്ന് പഠിച്ചു, മനസ്സിനൊന്ന് അറിയാൻ സാധിച്ചു അല്ലെ, അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. ഇത് സത്യം നമ്മളൊക്കെ ലൈഫിലുള്ള ഒരു കാര്യം കേട്ടോ. നമുക്ക് തുറന്ന് പറയാനൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റാ
അങ്ങനെ ഒരാൾ ഉണ്ടായാൽ മതി. നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്ന അതേ സെൻസിൽ കേൾക്കാൻ ഒരാളുണ്ടാവുക, അതേ സെൻസിൽ കേൾക്കാൻ ഓപ്പോസിറ്റ് ഒരാളുണ്ടാവുക അല്ലെ. അങ്ങനെ ഒരാളുണ്ടായാൽ തന്നെ അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി കേട്ടോ. അല്ലെ, നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, അങ്ങനെ അദ്ദേഹം തുറന്ന് സംസാരിച്ചു. ആ ഒരു കാരണം കൊണ്ട് ആ എംപ്ലോയീസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം തെളിയിച്ചത് എന്താ, ദിസ് സജസ്റ്റ് ദാറ്റ് സിംപ്ലി ബീങ് ഹിയർഡ് ഹാഡ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദെയർ മെന്റൽ ആറ്റിറ്റ്യൂഡ്. കേൾക്കാൻ ഒരാൾ ഉണ്ടായി എന്ന കാര്യം, അല്ലെ, കേൾക്കാൻ ഒരാൾ ഉണ്ടായി എന്ന കാര്യം അവരുടെ മൈൻഡിനെ തന്നെ മാറ്റിമറിച്ചു, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി. അതുവഴി ആ കമ്പനിയിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, മൈൻഡാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. മെന്റലി ഓക്കെ ആണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടാമത്തെ സ്റ്റഡി കഴിഞ്ഞു കേട്ടോ, അല്ലെ, നല്ല രസമല്ലേ ഇങ്ങനെ ഒരു കഥ പോലെ കേട്ടിരിക്കാന്. അപ്പോ രണ്ടാമത്തെ എന്താണ്, ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് സെന്റിമെന്റ്സ്. ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ സ്റ്റഡിയാണ് ഒബ്സർവേഷണൽ സ്റ്റഡി. ഒബ്സർവേഷണൽ സ്റ്റഡി ഇവിടെ അദ്ദേഹം ചെയ്ത് നോക്കിയേ, ഗ്രൂപ്പ് ബിഹേവിയർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി ചെയ്തത്. ഇത് എന്ത് ചെയ്തു അറിയോ, 3 ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്തു. അവർക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തു, സോൾഡറിങ്, ഫിറ്റിംഗ്, ടെർമിനൽസ്, വയറിങ്. ഇത് ഇലക്ട്രിക്കൽ കമ്പനിയാണ് കേട്ടോ. അപ്പൊ ഈ ജോലികൾ അവിടെ ഉണ്ടാവുക, സോൾഡർ ചെയ്യുക, ഫിറ്റ് ചെയ്യുക, വയറിങ് ചെയ്യുക, അല്ലെ. അവർക്ക് എന്ത് ചെയ്തു അറിയോ, ഒരാൾക്ക് കൊടുക്കുന്നതിന്റെ പകരം ഗ്രൂപ്പിന് ടാർഗറ്റ് കൊടുത്തു. നോക്കിയേ, വേജസ് വേർ ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ഇൻസെന്റീവ് പ്ലാൻ. അത് നിങ്ങളെ ഗ്രൂപ്പ് ഇത്ര ചെയ്യണം, ഇത്ര വയറിങ് ചെയ്യണം, ഇത്ര ഫിറ്റിംഗ് ചെയ്യണം, ഇത്ര സോൾഡറിങ് ചെയ്യണം, അങ്ങനെ ഗ്രൂപ്പിന് ടാസ്ക് കൊടുത്തു. അതുകൊണ്ട് എന്താ ഉണ്ടായേ, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടി എന്നാ പറഞ്ഞത്. കാരണം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തു, അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ, നമ്മൾ ഇൻഡിവിജ്വലിനേക്കാൾ എന്താ ടാർഗറ്റ് ചെയ്യണം, ഗ്രൂപ്പുകളെ ടാർഗറ്റ് ചെയ്യണം. അതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യറി ഉണ്ടാവുക. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സ്റ്റഡി, ഒബ്സർവേഷണൽ സ്റ്റഡി. എന്താ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്, ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്താൽ അതുവഴി നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നാലാമത്തെ അദ്ദേഹത്തിന്റെ സ്റ്റഡി, ആബ്സെന്റിസം ഇൻ ഇൻഡസ്ട്രീസ്. അല്ലെ, സ്ഥാപനത്തിൽ ഒരുപാട് പേര് ആബ്സെന്റ് ആവാണ്, അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ നിർത്തി പോവാണ്, എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ സ്ഥാപനത്തിൽ അദ്ദേഹം, അത് നേരത്തെ പറഞ്ഞ കമ്പനി അല്ല കേട്ടോ, ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആബ്സെന്റ് ആവും, ആവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് അങ്ങനെ ലീവ് ആകും. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് അവരുടെ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്തായിരുന്നു റിസൾട്ട് അറിയോ, അവിടെ ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഇൻഫോർമൽ ഗ്രൂപ്പ്. എന്താ ഇൻഫോർമൽ ഗ്രൂപ്പ് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കോളേജിലൊക്കെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതിന്റെ പുറമെ നിങ്ങളുടെ ഫ്രണ്ട്സ് തമ്മിലൊരു പരസ്പരമുള്ള സൗഹൃദം പങ്കിടാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പല പേരിലും ആ ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട് അല്ലെ, ഇൻഫോർമൽ ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഇൻഫോർമൽ ഗ്രൂപ്പിന്റെ പേര് താഴ്ന്നു കമന്റ് ചെയ്താൽ നന്നായിരിക്കും, ചുമ്മാ രസമായിട്ട്. അപ്പൊ ഇൻഫോർമൽ ഗ്രൂപ്പ് ഇല്ലാത്തതാണ് ആ സ്ഥാപനത്തില് എംപ്ലോയീസ് പിരിഞ്ഞു പോകാനും ആബ്സെന്റ് ആവാനും കാരണം അദ്ദേഹം മനസ്സിലാക്കി. അതായത് വെറും വർക്ക് നയിക്കാനും ഫോമൽ ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്യാം. പക്ഷെ ഇൻഫോർമൽ ഗ്രൂപ്പിലാണ് പരസ്പരം സൗഹൃദം പങ്കിടാനും, അല്ലെ, ഒന്ന് ചായ കുടിക്കാനും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ഒരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും ഒക്കെ ഏതാ സഹായിക്കുന്നത്, ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ആ ഇൻഫോർമൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം വന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹം സജസ്റ്റ് ചെയ്യാണ്, നമ്മുടെ സ്ഥാപനത്തിലൊക്കെ എന്തുണ്ടാക്കണം, ഇൻഫോർമൽ ഗ്രൂപ്പും കൂടെ ഉണ്ടാക്കണം, എങ്കിലേ സ്ഥാപനം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇത്രയും സ്റ്റഡി അല്ലെ, അപ്പൊ 4 സ്റ്റഡീസ് നമ്മൾ പഠിച്ചു അല്ലെ. ഈ 4 സ്റ്റഡീസിനും കൂടെ പറയുന്നതാണ് ഹോത്രോൺ സ്റ്റഡി കേട്ടോ. ഏതായിരുന്നു, ഒന്നാമത്തത് ഇല്ലുമിനേഷൻ അല്ലെ, ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റഡി. രണ്ടാമത്തത് മാസ് ഇന്റർവ്യൂയിങ് പ്രോഗ്രാം അല്ലെ, 21,000 പേരെ ഇന്റർവ്യൂ ചെയ്തു, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിസൾട്ട്. മൂന്നാമത്തത് ഒബ്സർവേഷണൽ സ്റ്റഡി അല്ലെ, ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പിന് ടാസ്ക് കൊടുത്തു. നാലാമത്തത് ആബ്സെന്റിസം പഠിക്കാൻ വേണ്ടിയിട്ട്, അതിൽ പറഞ്ഞത് ഇൻഫോർമൽ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ആബ്സെന്റ് ആവുന്നത്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് മേരി പാർക്കർ ഫൊലറ്റ്. അപ്പൊ ആരൊക്കെ നമ്മൾ പഠിച്ച്, ഒന്ന് ഹെൻറി ഫയോള്, 2 FW ടൈലർ, മൂന്നാമത്തത് ഹോത്രോൺ സ്റ്റഡി കൊണ്ടുവന്ന എൽട്ടൺ മായോ. ഇനി നാലാമത്തെ നമ്മൾ പറയുന്നത് മേരി പാർക്കർ ഫൊലറ്റ് ആണ്. അവര് 5 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ പറയുന്നത്. ഒന്ന്, ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ. ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ, നമ്മുടെ സ്ഥാപനത്തിൽ എന്ത് ചെയ്യണം, കമ്പൈനിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ. ഓരോ ഇൻഡിവിജ്വലിന്റെ ഗോളും ഓർഗനൈസേഷൻ ഗോളും നമ്മൾ കമ്പൈൻ ചെയ്യണം. ഇത് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഹെൻറി ഫയോളിന്റെ അല്ലെ
സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് എന്നൊരു കാര്യം പറഞ്ഞില്ലേ. ഓരോ വ്യക്തിയുടെയും ഇൻട്രസ്റ്റിനെ സ്ഥാപനത്തിന്റെ ഇൻട്രസ്റ്റിലേക്ക് മാറ്റണം, സ്ഥാപനത്തിന്റെ ഗോളിലേക്ക് മാറ്റണം നമ്മൾ പഠിച്ചില്ലേ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഓരോ വ്യക്തിയല്ല. അങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്താൽ വലിയ അഭിപ്രായം ആരുടെ? മേരി പാർക്കർ ഫൊല്ലറ്റ്. രണ്ടാമത് അവർ പറഞ്ഞത് ഒരു സർക്കുലർ ഓർഗനൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്താ സർക്കുലർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഡീസെൻട്രലൈസ്ഡ്. എന്താ ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞാൽ? അധികാരം വെറും കേന്ദ്രത്തിൽ മാത്രം ഉണ്ടാവരുത് അല്ലെ, അഥവാ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രം തീരുമാനിച്ച് അവർ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. പകരം എന്ത് ചെയ്യണം? അധികാരമൊക്കെ താഴെ ആളുകളിലേക്കും വീതിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാലേ സ്ഥാപനത്തിന് വിജയം ഉണ്ടാവുള്ളൂ. അതാണ് അവർ പറഞ്ഞ സർക്കുലർ ഓർഗനൈസേഷൻ. മൂന്നാമത് അവർ പറഞ്ഞത് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് കൃത്യമായിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അവിടെ തീരുമാനിക്കണം. ആ അധികാരങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കണം, അഥവാ താഴെ ആളുകളിലേക്ക് വീതിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യേണ്ടത്. നാലാമത് അവർ പറഞ്ഞത് ദ ലോ ഓഫ് ദ സിറ്റുവേഷൻ. അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എന്ത് നോക്കണം? സിറ്റുവേഷൻ സ്പെസിഫിക് ഡിസിഷൻ മേക്കിംഗ്. സിറ്റുവേഷൻ നോക്കിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും ഒരുപോലെ അല്ല ഉണ്ടാവുക അല്ലെ. കറക്റ്റ് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ആ സിറ്റുവേഷൻ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കും വേണം. അഞ്ചാമത് അവർ പറഞ്ഞത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. അതായത് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആരും കൂടെ കൂട്ടണം? നമ്മുടെ എംപ്ലോയീസിനും കൂടെ കൂട്ടണം. അതാണ് എംപ്ലോയി ഇൻവോൾവ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് എംപ്ലോയീസിനോട് ചോദിക്കുക, നമ്മൾ ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ഓക്കെ അല്ലേ, നിങ്ങൾ റെഡി അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ എന്നൊക്കെ എംപ്ലോയീസിനോടും കൂടെ ചോദിച്ചിട്ട് ഒരുമിച്ച് തീരുമാനം എടുക്കണം. എങ്കിലേ ആ സ്ഥാപനം കൃത്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഈ 5 കാര്യങ്ങളാണ് ആര് പറഞ്ഞത്? മേരി പാർക്കർ ഫൊല്ലറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എത്ര നമ്മൾ പഠിച്ച്? 4 ആള് അല്ലെ. ഹെൻറി ഫയോള്, FW ടൈലർ, എൽട്ടൺ മായോ, മേരി പാർക്കർ ഫൊല്ലറ്റ്. അഞ്ചാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് CK പ്രഹ്ലാദ്. അദ്ദേഹം കോയമ്പത്തൂർ, നമ്മളെ തമിഴ്നാട് കോയമ്പത്തൂരാണ് ജനിച്ചത്. IIM-ലാണ് അദ്ദേഹം, അഹമ്മദാബാദ് IIM-ലാണ് പഠിച്ചത്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു കേട്ടോ. സോറി, അതിലും പഠിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കേട്ടോ. ഒന്നാമത് അദ്ദേഹം പറയാണ് കോർ കോമ്പിറ്റൻസീസ്. അതായത് ഒരു ബിസിനസിന്റെ ഒരു യുണീക്ക് സ്കില്ല് വളർത്തിയെടുക്കണം, അഥവാ ആ ബിസിനസ്സിന് മാത്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫീച്ചർ, സ്പെഷ്യൽ പ്രത്യേകതകൾ അതിനെ ഏറ്റവും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യും വേണം അല്ലെ. ഒരു നമ്മളൊരു കമ്പനി എടുത്ത് നോക്കി, ഒരു ബിസിനസ് എടുത്ത് നോക്കിയേ, നമുക്ക് മാത്രമുള്ള ഒരു എന്തെങ്കിലും ഒരു ഫീച്ചർ, ഒരു യുണീക്ക് സ്കിൽ, ഒരു യുണീക്ക് ഫീച്ചർ ഉണ്ടാവണം. അതിന് കൃത്യമായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകും വേണം. രണ്ടാമത് അദ്ദേഹം പറയാണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. അതായത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ലോങ് ടേം വിഷനോട് കൂടെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഒന്നും ചെയ്യരുത്. ഒരു ലോങ് ടേം വിഷനോട് കൂടെ കാര്യങ്ങൾ ചെയ്യുക. അത് കൃത്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തത്, സ്ട്രാറ്റജിക് ഇന്റന്റ്. മൂന്നാമത്തെ അദ്ദേഹം പറയാണ് എമർജിംഗ് മാർക്കറ്റ്സ് ആൻഡ് BOP അഥവാ ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതിൽ അദ്ദേഹം പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ലോക്കൽ നീഡ് ആൻഡ് കോണ്ടെക്സ്റ്റ്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പഠിക്കുക. ആളുകൾക്ക് എന്താണ് ആവശ്യം, നമ്മുടെ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം, അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇന്നോവേറ്റ് ആൻഡ് അഡാപ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് കസ്റ്റമർക്ക് വിൽക്കല്ല വേണ്ടത്, പകരം കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കണം, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ നിങ്ങളുടെ ആവശ്യം. അത് ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് എമർജിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ BOP എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റും സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് അവരുടെ അഭിപ്രായം. നാലാമത് അവരെ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, പുതിയ എന്റർപ്രണേഴ്സിനെ വളർത്തിയെടുക്കുക, ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തിരിക്കണം. 5 പറയുന്നു കോ ക്രിയേഷൻ ആൻഡ് കസ്റ്റമർ സെൻട്രിസിറ്റി. അതായത് എൻഗേജ് കസ്റ്റമേഴ്സ് ഇൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കസ്റ്റമേഴ്സിനെയും കൂടെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സിനോടും കൂടെ ചോദിക്കുക, അവരും കൂടെ ഒപ്പം കൂട്ടുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുക. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ പറയുന്നത് എന്താ അറിയോ? കസ്റ്റമർ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. CK പ്രഹ്ലാദിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. അടുത്തത് ഹെൻറി മിറ്റ്സ്ബർഗ്, 6ാമത്തെ ആള് അല്ലെ. അപ്പൊ ആരൊക്കെ നമ്മൾ പഠിച്ച്? ഹെൻറി ഫയോള്, FW ടൈലർ, എൽട്ടൺ മായോ, മേരി പാർക്കർ ഫൊല്ലറ്റ്, CK പ്രഹ്ലാദ്. ഇനി 6ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഹെൻറി മിറ്റ്സ്ബർഗ് ആണ്. അദ്ദേഹം കനേഡിയൻ മാനേജ്മെന്റ് തിയറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ചില കോൺട്രിബ്യൂഷൻസ് കേട്ടോ.
അത് ആദ്യമായിട്ട് പറഞ്ഞത് ഒരു അക്കാഡമിക് ആണ്, ഓതറാണ്, കാനഡയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ 10 മാനേജീരിയൽ റോളുകൾ അല്ലെ, കഴിഞ്ഞ വർഷം എസ്സേക്ക് ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു കേട്ടോ. 10 മാനേജീരിയൽ റോള്, അഥവാ ഒരു മാനേജർ എങ്ങനെയൊക്കെ ആവണം അല്ലെ, 10 റോളുകള്, 10 മുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവണം എന്നാ പറയുന്നത്. ആർക്കാർക്ക്? ഒരു മാനേജർക്ക് 10 മുഖങ്ങൾ. ഒന്നാമത്തെ മുഖം ഫിഗർ ഹെഡ്, അതായത് ഒഫീഷ്യൽ മുഖം അല്ല. ഫിഗർ ഹെഡ് പറഞ്ഞാൽ എന്താ? ഒരു ഒഫീഷ്യാലിറ്റി ഉണ്ടാവണം. അത് ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഇപ്പൊ മീറ്റിംഗ് വരികയാണ്, അല്ലെങ്കിൽ എംപ്ലോയീസുമായിട്ട് സംസാരിക്കുകയാണ്, അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഒരു ഒഫീഷ്യാലിറ്റിയോട് കൂടെ ആയിരിക്കണം ആര് സംസാരിക്കേണ്ടത്? ഒരു മാനേജർ സംസാരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ഒരു മാനേജറുടെ 10 വേഷങ്ങള്, വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോൾ 10 വേഷങ്ങളിലൂടെ ഒരു മാനേജർ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ വേഷം ഫിഗർ ഹെഡ്, അഥവാ ഒരു ഒഫീഷ്യാലിറ്റിയോടുകൂടെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുമ്പോഴുള്ള മുഖം. രണ്ടാമത്തത്, ഒരു മാനേജർ ആരായിട്ട് മാറണം? ലീഡർ ആയിട്ട് മാറണം. എന്താ ലീഡർ എന്ന് പറഞ്ഞാൽ? മോട്ടിവേറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് അല്ലെ, തന്റെ എംപ്ലോയീസിനെ, തന്റെ സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം മാനേജർ. മൂന്നാമതായിട്ട് പറയുന്നത്, ഒരു മാനേജർ ലെയ്സൺ ആവണം. എന്താ ലെയ്സൺ എന്ന് പറഞ്ഞാൽ? ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, തന്റെ സബോർഡിനേറ്റ്സുമായിട്ട് അല്ലെ, തന്റെ താഴെ ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. മൂന്നാമത് പറയുന്നത്, ഒരു മാനേജർ ഒരു മോണിറ്റർ ആയിരിക്കണം അല്ലെ. മോണിറ്റർ ഏത്? കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അല്ല. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഗ്യാതറിംഗ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന. ഗ്യാതറിംഗ് മീൻസ് കളക്ടിങ് അല്ലെ. ഇൻഫർമേഷൻസ് ഒക്കെ എവിടുന്ന് ഡാറ്റ കിട്ടുകയാണെങ്കിലും, എവിടുന്ന് ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിലും അതൊക്കെ കളക്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കണം മാനേജർ. അഞ്ചാമതായിട്ട് അദ്ദേഹം പറയാണ്, ഒരു മാനേജർ ഒരു ഡിസമിനേറ്റർ ആയിരിക്കണം. ഡിസമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയറിംഗ് ഇൻഫർമേഷൻ. തൊട്ട് മുകളിൽ എന്താണ്? ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. ആ കളക്ട് ചെയ്ത് വെച്ചാൽ പോരാ, ആ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു മാനേജർ. അതാണ് ഡിസമിനേറ്റർ മീൻസ്, ആ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആള്. അടുത്തത് സ്പോക്ക് പേഴ്സൺ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സ്പോക്കിന് ആള് അല്ലെ, സ്മോക്ക് അല്ല കേട്ടോ, സ്പോക്ക് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലെ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് വിത്ത് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് ബിസിനസിന്റെ പുറത്തുള്ള ആൾക്കാര്. ആരൊക്കെ? ഇപ്പോ കസ്റ്റമേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ടാവും അല്ലെ, ഒരുപാട് പേരുണ്ടാവും. അവരോടൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ലീഡർ. ഏഴാമത് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, ഒരു എന്റർപ്രണർ ആയിരിക്കണം. അഥവാ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും റിസ്ക് ഏറ്റെടുക്കാനൊക്കെ കഴിവുള്ള ഒരാളായിരിക്കണം നമ്മളെ മാനേജർ. അടുത്തത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ അല്ലെ. ഡിസ്റ്റർബൻസ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ തർക്കങ്ങളെ, പ്രശ്നങ്ങളെ, കോൺഫ്ലിക്റ്റുകളെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ മാനേജർ. അപ്പൊ ഡിസ്റ്റർബൻസ് മീൻസ് കോൺഫ്ലിക്റ്റുകളെ പരിഹരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അടുത്തത് റിസോഴ്സ് അലോക്കേറ്റർ. ബിസിനസിന്റെ, കമ്പനിയുടെ റിസോഴ്സുകളെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം. അലോക്കേറ്റ് ചെയ്യുന്ന റിസോഴ്സസ് അല്ലെ, നമ്മുടെ റിസോഴ്സുകളെ ഏറ്റവും നന്നായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം മാനേജർ. അടുത്തത് നെഗോഷിയേറ്റർ. നെഗോസിയേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ബാർഗെയിൻ ചെയ്യാന്നൊക്കെ പറയില്ലേ. അഥവാ നമ്മള് ഇപ്പൊ 10 രൂപയുടെ സാധനം പറഞ്ഞാൽ 5 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നെഗോസിയേഷൻ നടത്തി ബിസിനസ്സിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആളായിരിക്കണം മാനേജർ. അപ്പൊ എന്താ പറഞ്ഞ നമ്മള്, ഒരു മാനേജർ ആയിരിക്കേണ്ട 10 മുഖങ്ങൾ അല്ലെ, 10 റോളുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹം ഹെൻറി മിൻസ്ബർഗ് കണ്ടെത്തിയിട്ടുള്ള കോമ്പീറ്റൻസീസ് ഉണ്ട് കേട്ടോ. അതിൽ പറയുന്നത്, അതായത് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ ക്വാളിറ്റീസ്, കുറെ കഴിവുകൾ. ഒന്ന് ഇന്റർ പേഴ്സണൽ കോമ്പിറ്റൻസ്, അഥവാ വ്യക്തികൾ തമ്മിലുള്ള കഴിവുകൾ. അതിൽ അദ്ദേഹം പറഞ്ഞത് ലീഡർഷിപ്പ് ഉണ്ടാവണം, അല്ലെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ തർക്കങ്ങളെ പരിഹരിക്കാൻ പറ്റണം. പിന്നെ ഇൻഫർമേഷണൽ കോമ്പിറ്റൻസീസ്, അതിൽ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റുക, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക, ഇൻഫർമേഷൻസ് സ്വീകരിക്കാൻ പറ്റും. നമ്മൾ മുകളിൽ പറഞ്ഞ തന്നെയാണ് കേട്ടോ, അതിങ്ങനെ ഒരു സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം അല്ലെ, വേറെ വേറെ ഹെഡിങ്ങിന്റെ കീഴിൽ പറഞ്ഞു. മുകളിൽ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. അടുത്തത് ഡിസിഷണൽ കോമ്പിറ്റൻസീസ്, തീരുമാനങ്ങൾ എടുക്കുക. അതിലെന്താ വരുന്നത്? ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളാവണം, അതുപോലെ സ്ട്രാറ്റജിക്കലി ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അടുത്തത് റിസ്കിനെ മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. നെക്സ്റ്റ് കോൺസെപ്റ്റൽ കോമ്പിറ്റൻസീസ്, അതിൽ പറയുന്നത് വിഷണറി തിങ്കിങ്, എന്തെങ്കിലുമൊക്കെ ചുമ്മാ ആലോചിച്ച് നടക്കുകയല്ല, കൃത്യമായിട്ട് തിങ്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. നെക്സ്റ്റ് ക്രിയേറ്റീവ് ആയിരിക്കണം അല്ലെ, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അഥവാ ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് ടെക്നിക്കൽ കോമ്പിറ്റൻസീസ് ആണ് കേട്ടോ, അഥവാ ടെക്നിക്കൽ നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം.
ഇതൊക്കെ ഇപ്പൊ ആരെ കുറിച്ചാ പറയുന്നത്? ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ആട്ടോ. ടെക്നിക്കൽ കോമ്പിറ്റൻസീസ് അഥവാ നല്ല സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കണം. ഒരു ബിസിനസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ഇത്രയാണ്. ഇപ്പൊ നമ്മൾ 6 ആളുകളെ കുറിച്ച് പഠിച്ചു കേട്ടോ. മാനേജ്മെന്റിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള 6 പേരെ കുറിച്ച് പഠിച്ചു. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത പുതിയ ടോപ്പിക്കാണ് പ്ലാനിങ്. ഇതൊക്കെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന തന്നെയാണ് കേട്ടോ. എന്താണ് പ്ലാനിങ്? നമുക്കറിയാലോ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തിങ്ക് ചെയ്യുന്നതിനെ, ആലോചിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു 4 ചോദ്യങ്ങൾ പറയാം. വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹു ഈസ് ടു ബി ഡൺ. അതിന്റെ മുമ്പ് ഇതും പറയണം. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി തീരുമാനിക്കുക എന്ത് ചെയ്യണം, അല്ലെ, എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, ആര് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെ, നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്ഷൻ കിട്ടും, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ള ഡയറക്ഷൻ കിട്ടും. അതുപോലെ അൺസർട്ടനിറ്റി ഒഴിവായി കിട്ടും. അല്ലെ, ഇനി എന്താ ഇപ്പൊ ചെയ്യുക, എങ്ങനെ നടക്കുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു അനിശ്ചിതാവസ്ഥ ഇല്ലാണ്ടായി കിട്ടും. അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ് അഥവാ ചെയ്തതന്നെ വീണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒഴിവായി കിട്ടും. നെക്സ്റ്റ്, പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തല്, പുതിയ ക്രിയേറ്റീവ് ആയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ സാധിക്കും. അതുപോലെ നല്ല രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. കൺട്രോളിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി പ്ലാനിങ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിക്കാറുണ്ട്. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പ്ലാനിങ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. അല്ലെ, അടുത്ത വർഷം ഒരു 10 കോടി രൂപ പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിൽ ഡയലോഗ് പ്ലാനിങ് പ്രിമിസസ്. പ്ലാനിങ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിപ്പോ ഓൾറെഡി സെറ്റ് ചെയ്തില്ലേ, ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തില്ലേ, ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താനുള്ള ചില അസംഷൻസ്, ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്ലാനിങ് പ്രിമിസസ് ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമത്തത് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്. അല്ലെ, ഓൾട്ടർനേറ്റീവ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അഥവാ ഓപ്ഷൻസ്, നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിനെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്. ഓരോ ഓപ്ഷൻസിന്റെയും പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടാവും, നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ടാവും, കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കിട്ടും. സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതിനെന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ സ്ഥാപനത്തിൽ, ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. പോരാ, അതിനെ ഫോളോ അപ്പ് ചെയ്യും വേണം. ഈ 7 കാര്യങ്ങളാണ് പ്ലാനിങ് പ്രോസസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് പ്ലാൻ. പ്ലാനിങ്ങിന്റെ ടൈപ്സ് ആണ്. അതിൽ ബേസ്ഡ് ഓൺ യൂസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാൻ. പ്ലാനിങ്ങിന്റെ ലെങ്ത് അനുസരിച്ച് അതിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, ഒറ്റ തവണ മാത്രം, വൺ ടൈം ഇവന്റ് ഓർ പ്രോജക്റ്റ്. അല്ലെ, ഒരു തവണ മാത്രം നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യും, അതോടുകൂടെ പ്രോഗ്രാം കഴിയുകയും ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരാൾ കല്യാണം കഴിക്കണം, എന്താ സിംഗിൾ യൂസ് പ്ലാൻ അല്ലേ, ഒറ്റ തവണ അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതൊന്നും ഉദാഹരണം എഴുതരുത് കേട്ടാ. നമ്മൾ ഇതും എന്ത് ചെയ്യാ, സെമിനാർ, വർക്ക്ഷോപ്പ്, അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു തവണ പ്ലാൻ ചെയ്ത് ചെയ്യും, അത് കഴിഞ്ഞോടുകൂടെ അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. എന്നാൽ സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലെ, അതൊക്കെ ഒക്കെ റെഗുലർലി, സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഒരു ബിസിനസ്സിൽ പ്രൊഡക്ഷൻ നടക്കുകയാണ്, അതെന്താ സ്റ്റാൻഡിങ് ആണ്, അല്ലെ, എല്ലാ ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ബേസ്ഡ് ഓൺ യൂസ് ഓർ ലെങ്ത് ഓഫ് പ്ലാൻ. രണ്ടാമത്തത് ബേസ്ഡ് ഓൺ വാട്ട് ദ പ്ലാൻ സിക്സ് ടു അച്ചീവ്. എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് ഒബ്ജക്റ്റീവ്. ഇതൊക്കെ എന്തൊക്കെ പറയുന്നത്? പ്ലാനിങ്ങിന്റെ ടൈപ്സ് ആട്ടോ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ട്സ് ടു ബി അച്ചീവ്ഡ്. എന്താണ് നമുക്ക് നേടേണ്ടത്, അതിനെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അല്ലെ, അടുത്തത് സ്ട്രാറ്റജി. എന്താ സ്ട്രാറ്റജി പറഞ്ഞാൽ? ആ ഒബ്ജക്റ്റീവ് നേടാനുള്ള സ്റ്റെപ്സ്. നോക്കിയേ, ഇസ് എ പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ആൻഡ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടാനുള്ള പ്ലാനുകളെയാണ്, സ്റ്റെപ്സുകളെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് പോളിസി? പോളിസി ആണ് ഗൈഡ് ലൈൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഗൈഡ് ലൈനെയാണ് പോളിസി എന്ന് പറയുന്നത്. അടുത്ത എന്താണ് പ്രൊസീജിയർ? ഓക്കെ, ഇറ്റ് ഈസ് എ ഓർഡർ അല്ലെങ്കിൽ സ്റ്റെപ്സ് ടു ബി അണ്ടർടേക്കൺ എൻഫോഴ്സ് പോളിസി. നമ്മൾ പോളിസി പറഞ്ഞില്ലേ, ആ പോളിസി നടപ്പാക്കാനുള്ള സ്റ്റെപ്സിനെയാണ്, പ്രൊസീജിയറിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് റൂള്. അല്ലെ, റൂള് നമുക്കറിയാം, നിയമങ്ങൾ അല്ലെ. ഇപ്പൊ ബൈക്ക് പോകുമ്പോൾ റൂൾ എന്താ? ഹെൽമെറ്റ് ധരിക്കണം, അല്ലെ, ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, 3 ആളെ വെക്കരുത്,
അപ്പോൾ ഷുഡ് ബി, വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വേർതിരിക്കുന്നതിനെയാണ് റൂൾ എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ. ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗൈഡൻസിനെ, ഒരു നിർദ്ദേശത്തെ, മാർഗനിർദ്ദേശത്തെയാണ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. മെത്തേഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും, ഓൾ ദ ആക്ടിവിറ്റീസ് നെസസറി ഫോർ അച്ചീവിങ് ഗിവൺ ടാസ്ക്, നമുക്ക് തന്നൊരു ടാസ്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പ്രോഗ്രാം എന്ന് വിളിക്കും. അടുത്തത് ബജറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താ ബജറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് സ്റ്റേറ്റ് എക്സ്പെക്ടഡ് റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിനെ ന്യൂമറിക്കൽ ആയിട്ട് പറയാ. എന്താ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പറിൽ പറയാ. ഒരു ഉദാഹരണം, അടുത്ത കൊല്ലം 10 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടണം അല്ലെ? അതെന്താ 10 ലക്ഷം കിട്ടണം എന്നുള്ളത് എക്സ്പെക്ടഡ് റിസൾട്ടാ, കിട്ടേണ്ട ഒരു റിസൾട്ട് ആണ്. അത് നമ്മൾ എങ്ങനെ പറഞ്ഞു? ന്യൂമറിക്കൽ ആയിട്ട് പറഞ്ഞു, നമ്പറിൽ പറഞ്ഞു. അതാണ് ബജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു ടോപ്പിക് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് ഹ്യൂജ് കോസ്റ്റ്. നമ്മൾ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ നല്ല ചെലവുണ്ട്, അതൊരു പോരായ്മയാണ്. അടുത്തത് റിജിഡിറ്റി ഇൻ പ്രോസസ്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്താൽ പിന്നെ അത് മാറ്റുക എന്നുള്ളത് ടാസ്ക് ആണ് അല്ലെ? ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സാധനം പിന്നെ വീണ്ടും മാറ്റുക എന്നുള്ളത് ഒരു ഹെവി ടാസ്ക് ആണ്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. പിന്നെ അടുത്തത് പ്ലാനിങ് നോട്ട് വർക്കിംഗ് ഡൈനാമിക് എൻവയോൺമെന്റ്. നമ്മളെ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക അല്ലെ? അപ്പൊ കൊറോണ വന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്ലാനിങ് ക്ലിക്ക് ആവാറില്ല, പ്രശ്നം അല്ലെ? അതുപോലെ തന്നെ ഹ്യൂജ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാൻ ചെയ്ത പോലൊക്കെ നടക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല അല്ലെ? ഒരിക്കലും പ്ലാൻ ചെയ്തത് അതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. അതാണ് അതിന്റെ പോരായ്മകള്. അടുത്തൊരു ടോപ്പിക്കാണ് എന്നൊരു ചോദ്യമാണ് കേട്ടോ. നോക്കാം, വരുന്ന പ്രോബ്ലങ്ങളിൽ ഏറ്റവും നല്ല തീരുമാനം എടുക്കുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് അറിയാം അല്ലെ? നമ്മൾ പ്ലാനിങ് പ്രോസസ് നിങ്ങൾ നേരത്തെ പഠിച്ചില്ലേ? ഏകദേശം അതേ പോയിന്റുകൾ തന്നെ ഇതിലും വരുന്നത് കേട്ടോ, അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവുകളിൽ നിന്ന്, ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഏതൊക്കെയാണ്? അതിൽ ആദ്യം ഐഡന്റിഫൈ ദ ഡിസിഷൻ. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ട്രൈ ടു ക്ലിയർലി ഡിഫൈൻ ദ നേച്ചർ ഓഫ് ഡിസിഷൻ. എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഗ്യാദർ റെലവെന്റ് ഇൻഫർമേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ആ തീരുമാനവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. ഗ്യാദർ മീൻസ് കളക്ട് അല്ലെ? കളക്ട് ഇൻഫർമേഷൻസ്. അങ്ങനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ദ ഡിസിഷൻ, തീരുമാനം ഏതാന്നുള്ളത് ഫിക്സ് ചെയ്തു. അടുത്തത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച തന്നെ ഐഡന്റിഫൈ ദ ഓൾട്ടർനേറ്റീവ്സ് അല്ലെ? ഓൾട്ടർനേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ഓപ്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ചൂസ് ദ എമംഗ് ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കുക. ടേക്ക് ആക്ഷൻ. അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ടേക്ക് ആക്ഷൻ മീൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ ആറാമത്തെ സ്റ്റേജിൽ റിവ്യൂ യുവർ ഡിസിഷൻ അല്ലെ? ആ തീരുമാനം ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ ഫോളോ അപ്പ് പഠിച്ചില്ലേ? അത് തന്നെയാണ് റിവ്യൂ എന്നുള്ളതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് ഓർത്തു വെക്കുക. 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തത്, എന്താണ് MBO അഥവാ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? നോക്കിയേ, അതിന്റെ മറ്റൊരു പേരാണ് MBP എന്നും പറയാറുണ്ട് കേട്ടോ, മാനേജ്മെന്റ് ബൈ പ്ലാനിങ് അതും പറയാറുണ്ട്. ഇത് ഫസ്റ്റ് പോപ്പുലറൈസ്ഡ് ബൈ പീറ്റർ ഡ്രക്കർ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ബുക്ക് ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ബുക്കിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്. ഇനി എന്താണ് MBO? മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ദ പ്രോസസ് ഓഫ്, ശ്രദ്ധിക്കുക, ഡിഫൈനിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിത്തിൻ ആ ഓർഗനൈസേഷൻ ദാറ്റ് മാനേജ്മെന്റ് ക്യാൻ കൺവേ ഓർഗനൈസേഷൻ ടു മെമ്പർ. അതായത് ഒരു ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുക. ഡിഫൈനിങ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വിത്തിൻ ആ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനകത്ത് കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രഖ്യാപിക്കുക. അത് കൃത്യമായിട്ട് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനോട് കൺവേ ചെയ്യാം. എന്നിട്ട് അത് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഒരു ഉദാഹരണം, ഒരു കാറിന്റെ ഒരു കമ്പനിയെ വെച്ചോളൂ അല്ലെ? ആ കാറിന്റെ കമ്പനിയിൽ ആ ഒരു ഒബ്ജക്റ്റീവ് വെക്കാണ്, ഈ മാസം നമുക്കൊരു 30 കാറ് സെയിൽ ചെയ്യണം. കണ്ട, ഒബ്ജക്റ്റീവ് ആയില്ലേ? 30 കാറ് സെയിൽ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ആ ഒബ്ജക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരോടുമായി ഡിസ്കസ് ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ആദ്യം എന്തുണ്ടാവും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. പിന്നീട് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൂടി ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ഇൻ ദി സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ഇൻഡിവിജ്വൽ ഗോൾസ് ആർ സിംഗ്രസൈസ്ഡ് വിത്ത് ഗോൾ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? എന്താ ഒന്ന് പറഞ്ഞേ.
ഹെൻറി ഫയലിന്റെ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ അല്ലെ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ ആർക്കാ പ്രാധാന്യം കൊടുക്കുക? സ്ഥാപനത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ആ ഒബ്ജക്റ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ആ ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും അല്ലെ. അപ്പൊ ഇതാണ് MBO എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയണം. MBO റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾ. ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യും ഫോർ ദ എംപ്ലോയീസിന് വേണ്ടിയിട്ട്, സോ ദാറ്റ് ദേ നോ വാട്ട് ദേ സപ്പോസ്ഡ് ടു ഡു. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അതിൽ കിട്ടും ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞില്ല 30 കാർ സെയിൽ ചെയ്യണം, അതിന് കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് കൊടുത്തിട്ട് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? MBO എന്ന് പറയുന്നത് കേട്ടോ. അതോടുകൂടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ അടുത്തൊരു സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. യെസ്, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറയാം. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഇത്രയും അധികം വന്നത് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു.